വരെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ. നല്ലൊരു സിനിമ, നല്ല ഹ്യൂമറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ള എല്ലാവരും പടം കാണണം. നല്ല പടമാണ്. അതായത് ഒരു എന്താ പറയുക, നമ്മൾ ഈ പണ്ട് ബിജുമേനോന്റെ മറ്റേ വെള്ളിമുങ്ങ പടം കണ്ടില്ലേ, ആ ഒരു ലെവല് പടം വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളിമുങ്ങയുടെ കോമഡീസ് അത്രയ്ക്ക് കൂട്ടിയില്ലെങ്കിലും ഇത് കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് കാണാം. എന്തായാലും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല നല്ല പടം, നല്ല രസം. പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുള്ളി ആക്ടിങ് പടമാണ്. ശരിക്കും ചിരിക്കാനുണ്ട്. വിജയോടെ കണ്ടിട്ടുണ്ട്. നല്ല രസം, നല്ല മേക്കിംഗ് ആണ്, അടിപൊളിയാണ്. നല്ല വ്യത്യസ്തമായിട്ടൊരു പോലീസ് സ്റ്റോറിയാണ്. പല പോലീസ് സ്റ്റോറികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു അനുഭവമായിരുന്നു. എന്തായാലും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഫാമിലിക്ക് എല്ലാവർക്കും തമാശയ്ക്ക് വേണ്ടി തമാശയല്ല, പക്ഷെ ആ അവര് ഭയങ്കര അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളായിട്ട് അവർ കടന്നു പോന്നിരിക്കുന്ന ഒരു ഇതായിട്ടാണെങ്കിൽ കൂടി നമുക്കത് വളരെ ഏറെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തമാശകളായിട്ട് മാറുന്നതാണ്. സോ മൂവിയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സസ്പെൻസ് ആൻഡ് തമാശകളും ഒക്കെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. അവരുടെ ജീവിത അവസ്ഥയാണത്. വളരെ കഷ്ടപ്പാടും അതൊക്കെ ആണെങ്കിൽ കൂടി ഇതെല്ലാം നമുക്ക് ഭയങ്കര തമാശയായിട്ടും എന്റർടൈനിങ് ആയിട്ടാണ് ഒരുപാട് മൂവി പോയിരുന്നത്. ഒരുപാട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ സസ്പെൻസ്, ഓരോ ഇൻസിഡൻറ്റും അതെന്തെങ്കിലും. സോ ഇങ്ങനെ മൂവി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ലൈക്ക് കണക്ട് ഡോട്ട്സ് എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് കുട്ടികളെ സിനിമയുമാണ്. എല്ലാ പടത്തിലും അതിൻ്റെതായ കുറേ പോസിറ്റീവായിട്ടുള്ള ലെസൺസും നെഗറ്റീവായിട്ടുള്ള ലെസൺസ് ആവും. എന്റർടൈൻമെന്റ് ആസ്പെക്റ്റിൽ അടിപൊളിയായിരുന്നു. ആ കോപ്പിലേക്ക് കാണിക്കുന്ന രീതി വാസ് ജസ്റ്റ് അമേസിംഗ്. ആ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലെല്ലാം എന്നാൽ ഇങ്ങനെയും കോപ്പി പിടിക്കാം, ഇതിനെക്കാളും വലിയ വില്ലന്മാർ ഓൾറെഡി ഉണ്ടാവുമായിരിക്കും. അത് ഇത് കാണിക്കുന്ന രീതി അടിപൊളി. നന്നായിരുന്നു, നല്ല ബിജുമേനോന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മേനോന്റെ ഫാനാണ് ഞാൻ, അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യാവസാനം വരെ നമുക്ക് ഫീൽ ഗുഡ് മൂവി നല്ലപോലെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ കേട്ടോ. കോമഡി നല്ലപോലെ വർക്കൗട്ട്. ബിജുമേനോന്റെ കോമഡി നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ബിജുമേൻ കോമഡി അറിയാലോ, നല്ലൊരു ഭംഗിയാണ്. അത് ഇതിനകത്ത് ശരിക്കൊണ്ട് തന്നെ ആദ്യാവസാനം വരെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ. ഒരു ഫീൽ ഗുഡ് മൂവി കേട്ടോ. എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ. ഞങ്ങൾ ഇതുപോലെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് ചെയ്തേക്കണമെന്ന് നമുക്ക് അറിയില്ല. എന്നാലും കളിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എക്സൈറ്റ്മെന്റ് തെറ്റിച്ചിട്ടില്ല. ഡാൻസ് ചെയ്യുന്നത് ഡാൻസറൊന്നുമല്ല, എൻ്റെ കൂട്ടത്തിലൊന്നും നനങ്ങി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് എനിക്കൊരു വലിയ പടത്തിൻ്റെ പ്രോമിനൻസ് ഉള്ള നീന്താൻ പറ്റിയൊരു വേഷം കിട്ടിയത്. കമ്പനിയുടെ ഡയറക്ടർ റിയാസിനോടും ഉസ്മാനോടും കുറേക്കൊക്കെ എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമറൊക്കെ വർക്കൗട്ടായിട്ടുണ്ടെന്നാണ് വിശ്വാസം. ആളുകളൊക്കെ ചിരിക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആദ്യത്തെ ഷോയിൽ എല്ലാവരും പടമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കുമല്ലോ. പിന്നെ അടുത്ത ഷോയിലൊക്കെ സാധാരണ പ്രേക്ഷകർ കണ്ടത് വിലയിരുത്തട്ടെ. ഒരിക്കലും അവരുടെ സമയവും പൈസയൊന്നും നിരാശരായൊന്നുമില്ല. നല്ലൊരു സിനിമയാണ്, നല്ല ഹ്യൂമറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നല്ല കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട് റിയാസ്. അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. എല്ലാവരോടും എനിക്ക് പറയാനുള്ള എല്ലാവരും പടം കാണണം. മുഴുവൻ പോലീസുകാരുടെ ലൈഫിൻ്റെ ബേസ് ഓഫ് സ്റ്റോറിയാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട്. തമാശയുണ്ട്, കുറച്ച് സീരിയസ് കാര്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അച്ഛൻ്റെയും മകൻ്റെയും അതുപോലെ സ്കൂളിൽ, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് നമുക്ക് കോമഡീസ് കാണാൻ പറ്റും. അപ്പം കോമഡിക്ക് പ്രാധാന്യമുള്ള സിനിമ തന്നെയാണ്. ശരിക്കും ഒരു ഫുൾ എന്റർടൈൻമെന്റ് ചിത്രമാണ് പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. അതെ,